എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പൺ ആയിട്ട് മുന്നിൽ വാ. നമ്മുടെ പിള്ളേർ നന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്ക് പറയാം. അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതി കാണിക്കും, അത്രേ ഉള്ളൂ. അടയ്ക്ക് ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. സാറ് പറഞ്ഞത് സത്യമാണ്. അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട്. നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്ന് അയച്ചാ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ആരോപണവുമായി സുഹൃത്തുക്കൾ രംഗത്ത്. തൊപ്പി വീട്ടിൽ ലഹരി സൂക്ഷിക്കുന്നതായുള്ള വീഡിയോകളും ഇവർ പുറത്തുവിട്ടു. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഉറപ്പാണോ? ഉറപ്പാ. മൊത്തം കുഴപ്പമാണല്ലോടാ. തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നല്ലോ. ആ ഒരു സാധനം വന്നതിനകത്ത് ഇവന്മാരുടെ ഗ്യാങ് ഹൗസ് തന്നെ ആദ്യം റെയ്ഡ് ചെയ്യാൻ ഇവന്മാർക്കെതിരെ പരാതി എടുക്കുക തന്നെ വേണം. ഇവനെപ്പോലുള്ളവന്മാരാ സാറേ പിള്ളേർ വഴിതെറ്റിക്കുന്നു. ഈ കമന്റ് ബോക്സിൽ കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും മെൻഷൻ ചെയ്യുക. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വയം ബാഹുബലിയാണെന്ന് നിനക്ക് തോന്നും. പക്ഷെ ബോധമുള്ളവന്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. ഇപ്പൊ ഈ നിൽക്കുന്ന ഇപ്പുണ്ടല്ലോ, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ നിൽക്കും. അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. സത്യത്തിൽ ഇതെന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ?